ഈ കാണുന്നതാണ് മുതുകോരമല. പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട്, ഈ മലയ്ക്കപ്പുറം തീ കത്തുവാണേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നറിയോ, മുതുകോരമലയിലേക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലെ വിഷ്വൽസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ മൊത്തം മലയാണ്. ഇപ്പോൾ പക്ഷേ രാവിലെ ഒരു 7 മണി അത്രയൊക്കെയാവുക. അപ്പോൾ സൈഡിലെ ആ ഒരു മഞ്ഞ് നമുക്ക് കാണുന്നുണ്ട്. ആ മഞ്ഞിൻ്റെ മലയിൽ അവർ ചൂടിനടിക്കുന്നുണ്ട് നമ്മൾ കാണാത്തത്. നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ ആ മലയാണ്. നമ്മളിപ്പോൾ ആ സൈഡിൽ വന്ന് കണ്ട മലയാണ്. അവിടുന്ന് നമുക്ക് സൂര്യൻ്റെ വെട്ടം വന്നുള്ള നമുക്ക് ആ വിഷ്വൽ ശരിക്കും പോകാൻ പറ്റും. ഇപ്പം കണ്ടോ ആ ഭംഗിയുണ്ടോ? രാവിലെ ഇവിടെ ഫുള്ള് മഞ്ഞിന് മൂടി കിടക്കും. നമ്മൾ യാത്ര ചെയ്യുന്നത് റബ്ബർ തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് കേട്ടോ. റബ്ബർ തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ സ്ഥലത്ത് ആ നമുക്ക് നല്ല മലയും കാണാം. ആ വഴി വന്ന സ്ഥലം കണ്ടോ, ഇതുണ്ടോ റോഡ് കണ്ടോ, ഫുള്ള് ഓഫ് റോഡ് മൊത്തമായിട്ട് കിടക്കുന്നുണ്ട് റോഡ്. ഇതിൻ്റെ അവസ്ഥയുണ്ട്. ഇതുപോലത്തെ റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ മുതുകോരമലയിൽ. നമ്മൾ ഓരോ കയറ്റവും ഇങ്ങനെ കയറി പോകുന്നതനുസരിച്ച് നമുക്കുണ്ടോ ഈ സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ ചെറുതായിട്ട് മരങ്ങളുടെ ഇടവഴി നല്ല പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇത്രയും കുന്നും പ്രദേശത്താണ് ഈ മുതുകോരമല സ്ഥിതി ചെയ്യുന്നത്. റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് അവിടേക്ക് എത്തുന്നത്. ഇവിടെ നമുക്ക് ആ മലകളൊക്കെ കാണാൻ പറ്റും. ഈ മലകളും ഇവിടെ ഫുള്ള് മലകളിപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ മൊത്തം മഞ്ഞിൽ മൂടി കിടക്കുക. ബൈക്ക് കയറാമെന്ന് നമ്മൾ തള്ളിക്കയറ്റി വേണം. എടുത്തു. ഈ റോഡ് കിടക്കുന്നുണ്ടോ, ഈ റോഡിൽ നമ്മുടെ ബൈക്ക് കയറാമെന്ന്. അപ്പോൾ നമ്മൾ കയറത്തില്ല. ഇത് കാണുമ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷേ ഈ റോഡ് ശരിക്കും നമ്മളിവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇതറിയുന്നത്. പക്ഷേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ റോഡിൻ്റെ താഴോട്ട് ആ ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ വഴിയുടെ ചായ്വ് ഉണ്ടോ, അതിലും ചായ്വിലാണ് ഇതിലും ചായ്വിലാണ് ഈ റോഡ് നിൽക്കുന്നത്. ഇവിടെ ഉണ്ടോ, ഇവിടെ നോക്കുമ്പോൾ സെൻട്രലിൽ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ വരുമ്പോൾ റോഡ് ഇങ്ങനെ കുത്തി വരുവാണ്. വണ്ടി കയറത്തില്ല. ഈ ഒരു കയറ്റമാണ് ഞങ്ങൾ രണ്ട് വെച്ച് കയറി വരാമായിരുന്നു. കയറിപ്പോയി, സക്സസ്. നല്ല കുത്ത് കയറ്റം കേട്ടോ, കയറി വന്നു. ഇത് കണ്ടോ, ഈ വളവ് ഇത് കഴിയുമ്പോൾ മുകളിലോട്ട് നോക്കി ഇതുപോലെയുള്ളൊരു കുത്ത് കയറ്റമാണ്. 2 പേരെ വെച്ച് ബൈക്കിലോ ഒന്നും കയറാൻ പറ്റത്തില്ല. അപ്പം വരുന്നവർ അതൊക്കെ ഒന്ന് ഓർത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ഈ വഴി വരാനായിട്ട്. നമ്മളെ കയറ്റം കയറി വരുന്ന വഴിക്കൊരു പഴയ കാലത്തെ കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ് ഈ കാണുന്നതുകൊണ്ടോ. ഇവിടെ എല്ലാം പഴയ കരിങ്കല്ല് ഉപയോഗിച്ചും, ഇത് എനിക്ക് തോന്നുന്നേ പഴയ കാലത്തെ നമ്മുടെ നമ്മളീ പിന്നെ മണ്ണുകൊണ്ട് കല്ല് ഉണ്ടാക്കുന്നില്ല, ഇഷ്ടിയ പോലെ ഉണ്ടാവില്ല, അതാണെന്ന് തോന്നുന്നു. അതും അല്ല കേട്ടോ, ഇഷ്ടിയ അല്ല, അത് മണ്ണ് പറ്റിയിരിക്കുന്നതാണേ. നമ്മുടെ സിമെൻ്റ് ആണോ ഇഷ്ടിയ ആണോ എന്നുള്ള കറക്റ്റ് ഇനി അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കല്ലാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം കരിങ്കല്ല് കേട്ടോ. ഒന്നിൽ ഇത് കരിങ്കല്ല് പൊളിഞ്ഞു പോയപ്പോൾ അവർ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കട്ടയായിരിക്കും. പിന്നെ മണ്ടോശമൊക്കെ ഉണ്ടോ, പിന്നെ ഭംഗിയല്ലേ. ഇതുകൊണ്ട് അങ്ങ് മലമുകളിൽ നിന്ന് വരുന്ന ഉറവ വെള്ളമാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു ഉറവക്കുഴിയുണ്ട്. ഈ കുഴിക്കകത്തും ഇതുണ്ട് ഇങ്ങനെ ഇത് ഒഴുകി പോവാണ്. ഈ മല കണ്ടോ, ഈ മല നമ്മൾ കണ്ടു വന്നാണ്. അതിൻ്റെ മണ്ടയിൽ ഇത് അപ്പുട്ട നമുക്ക് ദേ കണ്ടോ തീ കത്തുന്ന, ഈ മുന്നേ നിൽക്കുന്ന കവുങ്ങിൻ്റെ അവിടെ നോക്കി, അവിടെ നമുക്ക് തീ കത്തുന്ന ഇവിടെ നിന്ന് കാണാൻ കണ്ടോ. ആ പുകയാണ് അവിടുന്ന് വരുന്നത് കണ്ടോ. അവിടെ പുക തീ കത്തുന്ന നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഈ കാണുന്നതാണ് മുതുകോരമല. പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട്, ഈ മലയ്ക്കപ്പുറം തീ കത്തുവാണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്ന വഴി കാണിച്ചില്ല തീ കത്തുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ മലയിലേക്ക് ശരിക്കും കയറാൻ പറ്റത്തില്ല. കാരണം ഈ അവിടെ തീ ആയതുകൊണ്ട് അങ്ങോട്ട് കയറുന്ന സുരക്ഷിതമല്ല. ഇപ്പോൾ ഇവിടെ എല്ലാം അടച്ചിരിക്കുക. അപ്പം ഇതാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഈ കാണുന്നതാണ് മുതുകോരമല. അപ്പോൾ നമ്മളിവിടെയുള്ള അടുത്തുള്ള റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ അവിടെ വന്നിട്ടാണ് നമ്മൾ ഈ മലയൊന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഈ സൈഡ് കണ്ട് ഇവിടെ എല്ലാം കൊക്കയാണ്. ഇവിടെ നിന്നാൽ ഈ താഴെ കാണുന്ന വ്യൂസ് ഉണ്ട്, ഇത് ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. ആ വ്യൂകളാണ് ശരിക്കും ഇതിൻ്റെ മണ്ടയിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ചുറ്റോട് ചുറ്റും 360 ഡിഗ്രി വ്യൂ ആയിരിക്കും ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വരുവീഴ്ചയിൽ നമുക്ക് മുതുകുമരമല കയറാൻ പറ്റില്ല. അപ്പോൾ ഇനി എപ്പോഴേലും ഒരു സമയം ഈ തീയെല്ലാം അണഞ്ഞു കഴിഞ്ഞ് നമുക്ക് വന്ന് ഇത് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തേന് ഇങ്ങോട്ട് ആരും വരാൻ ശ്രമിക്കേണ്ട, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് സാധിക്കത്തേ ഇല്ല. അപ്പം വെറുതെ ഇവിടെ വരെ വരുന്ന യാത്ര വേസ്റ്റ് ആവും. അപ്പം നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.